ഒരു സമൂഹത്തിന് നേരെയുണ്ടായ ചതിക്ക് മറുപടി നൽകാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പെന്നാണ് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പറയുന്നത്. ശബരിമല തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ വിഷയം. അടിച്ചമർത്തലിനും ആക്ഷേപങ്ങൾക്കും പരിഹാസത്തിനുമുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകുന്നതെന്നും സുരേന്ദ്രൻ പറയുന്നു. ആർക്കും കയറി നിരങ്ങാനുള്ള ഇടമല്ല ശബരിമലയെന്നും സുരേന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആചാരങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല, ലോക നിലവാരമുള്ള തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ ഉയർത്താനുള്ളതാകണം വോട്ടെടുപ്പെന്നും അടൂരിലെ നിയോജക മണ്ഡലം കൺവെൻഷനിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിറഞ്ഞു നിൽക്കുകയാണ് സുരേന്ദ്രൻ. ശബരിമലയെ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് സുരേന്ദ്രൻ നടത്തുന്നത്. അത് വിജയകരമാകും എന്ന് തന്നെയാണ് സുരേന്ദ്രൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം PC ജോർജിന്റെ വീട്ടിലെത്തിയും കെ സുരേന്ദ്രൻ വോട്ടഭ്യർത്ഥിച്ചിരുന്നു. ഊഷ്മളമായ സ്വീകരണമാണ് PC ജോർജ് സുരേന്ദ്രന് നൽകിയത്. സുരേന്ദ്രന് താൻ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് പൂഞ്ഞാർ MLA PC ജോർജും ഉറപ്പു നൽകിയത്. സുരേന്ദ്രൻ മാത്രമാണ് തന്റെ വീട്ടിലെത്തി വോട്ട് ചോദിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പാർട്ടിയായ ജനപക്ഷം NDAയുമായി സഹകരിക്കുമോ എന്ന കാര്യം 2 ദിവസത്തിനകം തീരുമാനിക്കുമെന്നായിരുന്നു PC ജോർജ് അന്ന് വ്യക്തമാക്കിയത്. കെ സുരേന്ദ്രൻ PC ജോർജിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചതും. ശബരിമല വിഷയത്തിൽ നേരത്തെ അദ്ദേഹം NDAയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. തുടർന്ന് UDFിലേക്ക് ചേക്കേറാൻ PC ജോർജ് ശ്രമം നടത്തിയെങ്കിലും അത് നടന്നിരുന്നില്ല. പിന്നീട് താൻ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് PC ജോർജ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സുരേന്ദ്രനുമായുള്ള സുഹൃത്ത് ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ശേഷമാണ് സുരേന്ദ്രൻ PC ജോർജിന്റെ വീട്ടിൽ വോട്ടഭ്യർത്ഥനയുമായി എത്തിയതും. PC കുടുംബവും തനിക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ശബരിമല വിഷയത്തിൽ വിശ്വാസമുറപ്പിച്ച് പത്തനംതിട്ടയിൽ വിജയിക്കാനാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സുരേന്ദ്രൻ. അതേസമയം പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ ജയിച്ചില്ല എങ്കിൽ അത് അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്നാണ് PC ജോർജ് പ്രതികരിച്ചിരുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ ഇപ്പോൾ താരപരിവേഷമാണ്. ശബരിമലയ്ക്ക് വേണ്ടി പോരാടിയ പോരാളി എന്ന രീതിയിലാണ് അണികൾ പ്രചരണത്തിന് മൂർച്ച കൂട്ടുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.